അതുകൊണ്ട് തന്നെ വലിയ പാളിച്ച് നമ്മളെല്ലാവരും എണീറ്റ് പോയാൽ നടക്കൂലേ. അപ്പോ രണ്ട് കസേര രണ്ടാളുമാണ് നമ്മളെണീറ്റ് ഒന്നുങ്ങളെ സംസാരിക്കില്ലേ ഇതിപ്പോ തുടക്കം തന്നെ നിന്ന് നിസ്കരിക്കുന്ന ആളാണ്. ഇവർക്ക് ഇരിക്കാൻ സുജൂദ് ചെയ്യാനും ഇരിക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇയാൾക്ക് യോഗോയിലും സുജൂദിന് ഇരിക്കേണ്ടി വരും. അങ്ങനെയുള്ള ആള് നിൽക്കേണ്ടത് നൃത്തത്തിൽ എല്ലാവരും നിൽക്കുന്നു. ഇത് സാധാരണ നിസ്കരിക്കുന്ന ആൾ തന്നെ ഇയാളെ കൂടെ തന്നെയാണ് ഇങ്ങനെ നിസ്കരിക്കുന്ന ആളും നിസ്കരിക്കേണ്ടത്. സ്വപ്പ് ഇട്ടുമ്പോ ഇവര് മുമ്പൊക്കെ സ്വപ്പ് ഇടുന്നത് എന്താണെന്നറിയാം, ബാക്കിലുള്ള ആൾക്കാർ പിന്നെ ചീത്ത അറിഞ്ഞാണ്. ഒരു പിന്നെ വന്നിട്ട് ഓരോ നിസ്കരിച്ച് കഴിഞ്ഞു പോകുമ്പോ അവിടെ സ്വപ്പ് ഇട്ടിട്ട് ഞങ്ങൾക്ക് ബാക്കിൽ നിൽക്കാൻ പറ്റില്ല എന്നാണ്. നിൽക്കണ്ട, ബാക്കിൽ സ്റ്റൂൾ ഉണ്ട്, നിൽക്കാൻ കഴിക്കൂല. അതന്നെ മനസ്സിലായി. ബാക്കിൽ സ്റ്റൂൾ ഉണ്ടായതുകൊണ്ട് ബാക്കിലുള്ള നമുക്ക് നിൽക്കാൻ കഴിക്കില്ല, അവിടെ ഗ്യാപ്പ് ഉണ്ടാവും. ഈ തൂൺ ഇവിടെ ഉണ്ടായതുകൊണ്ട് അവർക്ക് പൊളിച്ചാണില്ലല്ലോ. അപ്പൊ അതേപോലുള്ള അവസ്ഥ തന്നെയാണ് ബാക്കിൽ നിൽക്കേണ്ട. ആ ഒരു ഗ്യാപ്പ് ഒഴിവുണ്ടാവും. ഇനി വേറൊരാള് അയാൾക്ക് തുടക്കം തന്നെ ഇരിക്കാനേ കഴിയുള്ളൂ, നിൽക്കാൻ കഴിയൂല. അയാൾ അയാൾ ഇരിക്കേണ്ടത് ഈ കസേരയിൽ തുടക്കം തന്നെ ഇരുന്ന് നിസ്കരിക്കുന്ന ആളാണ്. ഇവര് നിൽക്കേണ്ടത് ഇങ്ങനെ സ്വഫില് തുടക്കം തന്നെ ഇരുന്ന് നിസ്കരിക്കുന്ന ആളെ സ്വഫ് തീരുമാനാകലെ അവരെ ചന്തിയും മറ്റൊരു കാലുമാണ്. അപ്പൊ ഇവര് ബേക്കിലെ കസേരന്റെ കാലും ബേക്കിലെ കസേരന്റെ കാലും നിന്ന് നിസ്കരിക്കുന്ന ആളമാണ്. ഇപ്പൊ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാം ആ സ്വഫ് റെഡിയാക്കേണ്ടത്. അപ്പോ ഇതിൽ എല്ലാവരും ഒരേമാതിരി കസേരന്റെ പ്രശ്നമാണ്. ഇവര് നേരത്തെ നിസ്കരിക്കാൻ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ആളാണെന്ന് ഇരിക്കോളെ ഇയാൾ നേരത്തെ ബാക്കിയുള്ളവരൊക്കെ ഇന്ന് നിൽക്കാം. ഇയാൾ കഷ്ടപ്പെട്ട് കഴിയുന്ന വരെയും ജമാഅത്തിന് വേണ്ടി ഈ സാധുവിൽ ജമാഅത്തിന്റെ കൂടിയിട്ടില്ല. കാരണം ഇയാൾ സ്വഫ് ചെയ്യല്ല, സ്വഫിലൂടെ കൂടെ നിന്നിട്ടില്ല. കാരണം ഇയാൾ തുടക്കം തന്നെ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ ഇയാളുടെ നിസ്കാരത്തിന് ആ കൂലിന്റെ പ്രശ്നം വന്നിട്ടില്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിലായി. എല്ലാ പള്ളിയും ഇങ്ങനെ തന്നെ മനസ്സിലാവുള്ളത്. ഈ വേറെ ഏതോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മസാല കിതാബിലുള്ള എങ്ങനെ. അപ്പൊ നമ്മൾ നിന്ന് നിസ്കരിക്കുന്ന ആള് ഈ നിന്ന് നിസ്കരിക്കുന്ന ആളുടെ കൂടെ ഇരുന്ന് തുടക്കം മുതൽ നിന്ന് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ആ സ്വത്ത് അവരൊക്കെ എങ്ങനെയാണ് കസേര ബാക്കിക്ക് തള്ളും. ബാക്കിലുള്ള ഒരു വേലാറും വേണ്ട, അപ്പുറത്തും ഇപ്പുറത്തും നിന്നാൽ മതി. ആ ബാക്കി കഴിയുകൊണ്ട് അവരെ നിസ്കാരം കഴിഞ്ഞ് പോയിട്ട് ചെയ്യേണ്ട വിറ്റാക്കണ്ട. നിസ്കരിക്കാക്കുമ്പോ അങ്ങനെ എനിക്ക് ബാക്കിൽ ആളൊക്കെണ്ടെന്ന് വെച്ചാൽ അയാളെ വിറ്റാക്കണ്ട. ഓരോ ഏത് സ്വപ്പിൽ അരുവിൽ നിന്നാലും നടുവിൽ നിന്നാലും ഓരോ ബാക്കിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മാറിക്കിട്ട് നിൽക്കുക. ഈ തുടക്കം മുതൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആള് എന്ത് ചെയ്യണം? ഓരോ തുടക്കം മുതലേ സ്വപ്പ്